ആ അങ്ങനെ പൂരം കഴിഞ്ഞു, വെടിക്കെട്ടും കഴിഞ്ഞു, ആള് വരവൊക്കെ ഫെബ്രുവരി പഴയ ഫെബ്രുവരി തന്നെ ആയില്ലേ. അപ്പം നമ്മുടെ തിരക്ക് ഒഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പുതിയ ഓർഡേഴ്സ് എടുക്കാനൊന്നും ടൈമില്ല, നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ടൈമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ വാലൻറ്റൈൻസ് ഡേയുടെ ഓർഡർ തന്നെയാണ് കേട്ടോ. നീണ്ട് 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 അങ്ങനെ പോയിന്നേ ഉള്ളൂ, അങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് തന്നെയായിരുന്നു. ഇത് നമുക്ക് 10-ാം തീയതി കൊറിയർ ചെയ്യേണ്ട സാധനമായിരുന്നു. അവൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ 11-ാം തീയതിയാണ് കൊറിയർ ചെയ്തത്. അവൻ ആദ്യം പറയും കിക്കാറ്റ് മതിയെന്ന്, പിന്നെ പറയും ഡയറി മിൽക്ക് ആയിക്കോട്ടെ, പിന്നെ പറയും ടോബ്ലറോൺ ആയിക്കോട്ടെ, പിന്നെ ട്വിക്സ് ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അവസാനം കിക്കാറ്റിലും റഫേലോയിലും തന്നെ ഉറപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഒരു 3-4 തവണ ഇവന് വേണ്ടി മാത്രം ഞാൻ മിഠായി വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ലേറ്റ് ആയതാണ്. അപ്പോൾ 10-ാം തീയതി കൊറിയർ ചെയ്യേണ്ട സാധനം 11-ാം തീയതി വീണ്ടും പോയി മിഠായി വാങ്ങിച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കിയത്. അങ്ങനെ ലേറ്റായി പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇന്നാണ് ഗൈസ് എത്തിയത്. ഇന്ന് മീൻസ് ഫെബ്രുവരി 15-ാം തീയതി രാവിലെയാണ് എത്തിയത്. ബാംഗ്ലൂർക്ക് കൊടുത്തേക്കേണ്ട സാധനമായിരുന്നു നമുക്കിത്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി സ്പീഡ് പോസ്റ്റൊക്കെയാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ അത് എത്തിയപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് ലേറ്റായിപ്പോയി. എനിക്കൊന്നും ചെയ്യാനില്ല, അവനും ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷിപ്പിംഗ് കൊറിയർ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ CID മുസ്സിൽ പറഞ്ഞ പോലെ എനിക്ക് നോക്കാനല്ലേ അറിയുള്ളൂ, അല്ലാതെ അവിടെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നോക്കി നോക്കി അവസാനം ബാംഗ്ലൂർ എത്തി. ഇന്നലെ ഫെബ്രുവരി 14-ാം തീയതി ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും ഉള്ളിലെവിടെയായിരുന്നു സംഭവം എത്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ സോറി ഞാൻ അവളോട് സോറി പറയാമെന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ലടി, എൻ്റെ മിസ്റ്റേക്ക് അല്ല എന്നൊക്കെ പറഞ്ഞു. അവനും ക്ഷമിച്ചില്ലെങ്കിൽ അവനെ കുമ്പിലിട്ട് എടുക്കേണ്ടി വന്നേനെ, വേറെ ഒന്നും എനിക്ക് ചെയ്യാമല്ലോ.